സുഹൃത്തുക്കളോട്, നമ്മൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് ഈ വഴി, ഈ മേഖലയിലേക്ക് അള്ളാഹു ഒരു തൗഫീഖ് തന്നു, നിലനിർത്തി തരുമാറാവട്ടെ. എത്ര ആളുകൾക്ക്, പ്രിയപ്പെട്ട പ്രവർത്തകരെ, താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും മക്കളാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നില്ലേ? എത്ര ആളുകൾക്ക് ആ ഭാഗ്യം കൊടുത്തില്ല? എത്ര ആളുകളാണ് ഇന്ന് ആ താജുൽ ഉലമയെ ഈ അടുത്ത് ഞാൻ എൻ്റെ സുഹൃത്ത് സിദ്ദീഖ് സഖാഫിയോട്, ഞങ്ങൾ ഒരു സ്ഥലത്ത് ഞാൻ ബഅദിന് പോയപ്പോൾ ഞങ്ങൾ സിയാറത്തിന് വേണ്ടി പോയി, മംഗലാപുരം ഭാഗത്താണ്. അവിടെ ഞാൻ ഇപ്പം അടുത്തൊന്ന് പോയി, ഉപ്പനങ്ങാടി ഭാഗത്ത്. അവിടെ പോയപ്പോൾ താജുൽ ഉലമ സ്റ്റേജിലുണ്ട്. അപ്പോൾ സ്വാഗതം പറയുന്നത് ഒരു മൂരിയാണ്. മൂരിയെ നമ്മൾ പുറത്തു വരണ്ട കേട്ടോ, നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു മൂരി സ്വാഗതം പറയാം. അവിടെയൊക്കെ അങ്ങനെയാണ്. 35 മഹലിൻ്റെ കാലിയാണ് താജുൽ ഉലമ. അപ്പോൾ സ്വാഗതം പറയുമ്പോൾ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ഷെയ്ഖുനാനെ, ഉസ്താദിനെങ്ങനെ കുത്തുണ്ട്, പി ഉസ്താദ് അങ്ങനെ ഇടക്കിടക്ക് കുത്തുന്നുണ്ട്. ചില ആളുകൾ അങ്ങ് അമേരിക്കയിലങ്ങ് പോയി ഒന്നും ഉണ്ടായില്ല, പെട്ടെന്ന് അങ്ങ് പോയി റഷ്യയിലേക്ക് അങ്ങ് പോയി, എന്നിട്ട് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമ അവിടെ ഇരിക്കുന്നത്. താജുൽ ഉലമ പി ഉസ്താദ് ഇരിക്കുമ്പോൾ അവർ തമാശക്കതും പറയും. ഈ താജുൽ ഉലമ ഇരിക്കുക, പി ഉസ്താദ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉസ്താദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോക്കട്ടെ, അപ്പം താജുൽ ഉലമയുടെ രക്തം അറിയാം. എവിടം തന്നെ ഞാനൊക്കെ ബാദിന് ഒരു മുസ്ലിയാരെ നിലയ്ക്ക് ഞാനവിടെ ബാദിലുണ്ടായിരുന്നു. ഞാൻ ഏതാണെന്ന് അറിയില്ല. അങ്ങനെ അത് ഉള്ളാത്തകളാപ്പം വിളിപ്പിച്ച വേള അങ്ങനെ അവിടെ പോയി. അങ്ങനെ ഞാനിപ്പോൾ അടുത്തത് നമ്മളിവിടെ തന്നെ ഒരു സ്ഥലത്ത് പോയി. ബാദ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതി ഏതാ തിരിയുന്നത്, അത് അറിഞ്ഞില്ല. അങ്ങനെ ആക്കി കൊണ്ടുപോയതാണ്. അങ്ങനെ താജുൽ ഉലമ അവിടെ വെച്ചിട്ട് ഇതങ്ങ് ഇരിക്കടാ, അവിടെ താജുൽ ഉലമല്ലേ ഇരിക്കടാർ. അപ്പം ഈ മൂരി എന്താ പറഞ്ഞറിയോ, തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തേണ്ടത്, ഞങ്ങൾ നിങ്ങളല്ലേ ഇരുത്തേണ്ടത്, നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ, ഇന്നവിടെ നിൽക്കടാ. കേട്ടോളി നമ്മുടെ നേതൃത്വം, ഞാനിത് മഹിമക്ക് പറയല്ലോ കേട്ടോ, ഇന്നവിടെ നിൽക്കടാ. ആ നിർത്താ. പിന്നെ ഈ മൂരിക്ക് അനങ്ങാൻ കഴിയുമോ? ഇരിക്കാൻ കഴിയുണ്ടോ? സ്വാഗതം കഴിഞ്ഞു, ഇവനങ്ങനെ നിൽക്കുക, ഇരിക്കാൻ അങ്ങോട്ട് ചാവണ്ടേ? ഉപ്പാപ്പാ നൊറ്റ വിളി, ആ സഭീന്ന് ഉപ്പാപ്പാന്നോട് എന്നാ ഇരിക്കട അവിടെ. അല്ലോ അപ്പം അവിടെ ഇരുന്നു. താജുൽ ഉലമയുടെ ചുവട്ടിലങ്ങ് ഇരിക്കുക. പ്രിയപ്പെട്ട പ്രവർത്തകരെ, ആ താജുൽ ഉലമ അവിടുത്തെ മക്കളാകാൻ, അവിടുത്തെ അനുയായികളാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നില്ലേ? അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ. മദീനയിൽ സഖാഫിസ്ത, ഞാൻ എൻ്റെ സുഹൃത്ത് സിദ്ദീഖ് സഖാഫിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഹജ്ജ് വേളയിൽ വെച്ച് ഉസ്താദ് ഉള്ളാൽ തങ്ങളാത്തും കൂടെ മദീനയിൽ നിർമ്മിച്ചു. ആ സമയത്ത് വന്നിരായിരിക്കുന്ന പി ഉസ്താദ്, അത് വല്ലാത്ത രംഗല്ലേ. 2000-ഓളം വരുന്ന പ്രവാസികളായ കുറേ പ്രവാസി സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, പ്രവാസികളൊക്കെ ഉണ്ട്. 2000-ഓളം വരുന്ന പ്രവാസി SYS-കാരങ്ങനെ കൂടിയപ്പോൾ പി ഉസ്താദിൻ്റെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുക. എന്താ കാരണം? ആ കാരണം 1975 ഉസ്താനക്കറി 1975 ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് SYS-ന്റെ പ്രസിഡന്റ് ആയിരുന്നു. SYS-കാരെ നമ്മൾ എളുപ്പം വിചാരിക്കും ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ നടക്കുക, ഞാൻ ഇപ്പം അങ്ങോട്ട് സംഘടനയിലൊന്നും ഇപ്പോൾ കാര്യമായിട്ട് പ്രവർത്തിക്കണില്ല, നമുക്ക് സ്വന്തമായിട്ട് കുറേ ഏർപ്പാടുണ്ടേ. മോനെ, നമ്മൾക്ക് നമ്മുടെ ഭാഗ്യം നഷ്ടപ്പെട്ടെന്ന് കൂട്ടിക്കോളി. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഒന്നിക്കില്ല, ഞാൻ എൻ്റെ കാര്യങ്ങളിലെ കുറേ ഉണ്ട്. എൻ്റെ ജ്യേഷ്ഠ സഹോദരാ, നമുക്ക് അള്ള തന്ന ഭാഗ്യം എടുത്തു കളഞ്ഞു. അത് വിചാരിച്ചോളി. 8 കൊല്ലം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങളല്ലേ. പൂക്കോയത്തങ്ങളെടുത്ത് ഒരാൾ ചെന്നാലേ, ഒരു ചെറുപ്പക്കാരൻ ചെന്ന് എന്താ പറയുക? നിങ്ങൾ SYS-ന് പ്രവർത്തിക്കലുണ്ട, നിങ്ങളെ ആഹൃത്തുക്കളൊരു മുതൽക്കൂട്ട SYS ഇട്ടാ പ്രവർത്തിച്ചോളി. ചാപ്പരം ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങൾ. പിന്നെ അതിൻ്റെ ബഹുമാനപ്പെട്ട വഫാത്തായപ്പോൾ അത് ഏറ്റെടുക്കുന്നത് വലിയുല്ലാഹി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. അള്ളാഹുവിടുത്തെ തണൽ നമുക്ക് നൽകട്ടെ. ചാപ്പനങ്ങാടി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിരുന്നു 1975. അന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ഷംസുൽ ഉലമ തൊട്ട് EK ഹസൻ ഉസ്താദ് തൊട്ട് എല്ലാവരും ഉണ്ട്. 10, 80, 40 മുഷാവറംഗങ്ങളുണ്ട്, മറ്റുള്ള നേതാക്കളുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോൾ
അവിടുന്ന് ചാപ്പരങ്ങാടി ഉസ്താദ് പറയാ, SYS എന്ന ഈ പ്രസ്ഥാനം അത് വലിയൊരു പ്രസ്ഥാനമാണ്. മുഅ്മിനീങ്ങളുടെ ആഖിറത്തിലേക്കുള്ള ഒരു താങ്ങും തണലുമാണ്. മഹ്ശറിൽ പുഞ്ചിരിക്കാനുള്ള സംഘടനയാണ്. ഇത് വളരണം, ഗ്രാമാന്തരത്തിൽ ഇതെത്തണം. അതിനൊരു കാര്യദർശി വേണം. ഈ പ്രസ്ഥാനത്തിനൊരു സംസ്ഥാന സെക്രട്ടറി വേണം. അന്ന് നിലവിലെ സെക്രട്ടറി വഫാത്തായ സമയം. അപ്പൊ ഇതിന്റെ സെക്രട്ടറി ആരാ? അപ്പൊ എല്ലാവരും അത് അവിടുന്ന് തന്നെ പറഞ്ഞോട്ടെ. ചാപ്പരങ്ങാടിയുടെ നാവ് കൊണ്ട് പറഞ്ഞ ആ ഏൽപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുക്കുന്ന വ്യക്തി അത് 80 പണ്ഡിത മഹത്തുക്കളുടെ മജ്ലിസിൽ നിന്ന് ആരെയാണോ വിളിക്കുന്നത് അവർക്കുള്ള പവർ പറയണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ബർക്കത്തും പറയേണ്ടതില്ലല്ലോ. ചാപ്പരങ്ങാടി ഉസ്താദ് 75 അവിടുന്ന് പറഞ്ഞു, ഇന്നും ആ സദസ്സിലിരുന്ന ആലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അവിടുന്ന് പറയാ, ഇതിനൊരു സംസ്ഥാന കാര്യദർശി വേണം. ആരെയാണ്? അപ്പോൾ എല്ലാവരും ആരൊക്കെ ആ സദസ്സിലുള്ള ആലിമീങ്ങൾ പറഞ്ഞു, നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തോളൂ ചാപ്പരങ്ങാടി ഉസ്താദിന്. എന്നാ ഞാൻ പറയട്ടെ ഞാൻ ഒരാളെ പേര് പറയട്ടെ. ആ കൂട്ടത്തിൽ ഒരു രോമം പോലും നിരക്കാത്ത ബാക്കിലൊരു മനുഷ്യരിക്കുന്നുണ്ട്, ബാക്കിലൊരാളിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ, അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ദുആയാണ് വലുത്. പ്രവർത്തകരെ താജുൽ ഉലമക്കും ഖമറുൽ ഉലമക്കും 5 വഖത്തിലും ദുആ ചെയ്ത അല്ലാഹു നമ്മുടെ കടങ്ങളെ വീട്ടിത്തരും, നമ്മുടെ പ്രയാസങ്ങളെ റബ്ബ് വീട്ടിത്തരും. അവരിവിടെ ജീവിക്കണം, ഈ നിലക്ക് നമുക്ക് നടക്കാനുള്ള തൗഫീഖ് ഉണ്ടാക്കി തന്നവരാണവർ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തോളൂ. നമുക്ക് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് വേണോ? താജുൽ ഉലമയുടെ ആയുസ്സിന് വേണ്ടി ദുആ, ശൈഖുനായുടെ ആയുസ്സിന് വേണ്ടി ദുആ ചെയ്തോളൂ. അവിടെ നിന്ന് എന്താ പറഞ്ഞവര്? ചാപ്പരങ്ങാടി അബൂബക്കർ നിങ്ങളെ ഞാൻ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. അതങ്ങ് പറഞ്ഞപ്പോൾ ഉസ്താദ് കരഞ്ഞ അനുഭവങ്ങൾ എൻ്റെ ഉസ്താദുമാരൊക്കെ എപ്പോഴും പറയും. ചാപ്പരങ്ങാടി ഉസ്താദ് പറഞ്ഞപ്പോൾ AP ഉസ്താദ് അങ്ങ് കരഞ്ഞ രംഗം. അങ്ങനെ ചാപ്പരങ്ങാടി ഉസ്താദ് തെരഞ്ഞെടുക്കുക. അന്ന് എത്രയാണെന്നറിയോ? അന്ന് അംഗീകരിക്കപ്പെട്ട യൂണിറ്റ് 28 28 അതിൽ എണ്ണാവുന്ന യൂണിറ്റുകൾ. പിന്നെ പ്രസിഡന്റായി ചാപ്പരങ്ങാടി ഉസ്താദിനെ ബഹുമാനപ്പെട്ട ശൈഖുനാ EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ആമീൻ ഉസ്താദിനെ തെരഞ്ഞെടുക്കുന്നത്. ആ യുഗമുണ്ടല്ലോ നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ നിർണായക കാലങ്ങളായിരുന്നു. വല്ലാത്ത സന്തോഷകരമായ കാലം. 1981 2 വാക്കെന്നോട് ഇത് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിക്കട്ടോ. 1981 ബഹുമാനപ്പെട്ട EK ഹസൻ ഉസ്താദ് പറഞ്ഞു, AP ഉസ്താദിനോട് പറയാ, ഉസ്താദിനോടൊരു വാക്ക് പറയാം, AP ഉസ്താദിനോട്, നിങ്ങൾക്ക് അള്ളൊരു തൗഫീഖ് തന്നിട്ടുണ്ട്, കോഴിക്കോട് നിങ്ങളെ കൈകൊണ്ടൊരു പള്ളി ഉണ്ടാക്കണം. എന്നിട്ട് അശ്വൻക്ക് അവിടെ പ്രസംഗിക്കണം. അശ്വൻക്ക് സുന്നത്ത് ജമാഅത്ത് പറയണം. കോഴിക്കോട്ട് അങ്ങാടിയിൽ നിങ്ങളൊരു പള്ളി എടുക്കോ. ഉസ്താദ് ദ്വാരന്ന ഞാൻ പള്ളി ഉണ്ടാക്കാം. AP ഉസ്താദ് ഇറങ്ങിയില്ലേ, ആ പള്ളി അഥവാ സ്റ്റേഡിയം പള്ളി ഉണ്ടല്ലോ കോഴിക്കോട്ടെ, ആ പള്ളി ഉസ്താദ് ഉണ്ടാക്കിയിട്ട് അശ്വൻ ഉസ്താദും AP ഉസ്താദ് അങ്ങ് അടച്ചു കൂട്ടുക. എന്നിട്ട് അവിടെ നിന്ന് ആദ്യമായി ഉസ്താദാ പ്രസംഗിക്കുന്നത്. ഹസൻ ഉസ്താദിന്റെ പ്രസംഗം, AP ഉസ്താദിനോട് ദുആ ചെയ്തുള്ള പ്രസംഗം. അവിടുന്ന് 82 വഫാത്താകുന്നത്. അപ്പോൾ AP ഉസ്താദ് വിളിച്ചു, ഇപ്പോൾ AP നമുക്ക് എത്ര ആയി, നമ്മളെ SYS ഇപ്പം എങ്ങനെയൊക്കെ ഹാല്? അപ്പോൾ ഉസ്താദ് പറയുക, ഹസൻ ഉസ്താദിനോട് 1627 ശാഖയുണ്ട്. 1627 ശാഖ, 9 ജില്ല അംഗീകരിച്ചിട്ടുണ്ട്. അന്ന് പാലക്കാട് ജില്ല അന്ന് ഉസ്താദ് എണ്ണിയത്, അതാ നമ്മുടെ 60ാം വാർഷികത്തിൻ്റെ ഇതിൽ MA ഉസ്താദ് എഴുതിയൊരു പുസ്തകത്തും കൊടുത്തിട്ടുണ്ട്. അന്ന് പാലക്കാട് ജില്ലക്ക് 99 ശാഖ ഉണ്ട്. അന്ന് പാലക്കാട് ജില്ല നമ്മുടെ മുൻഗാമികൾ അന്ന് 99 ശാഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. അവിടെ പ്രവർത്തനം കൊണ്ടല്ലേ നമുക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പണ്ടുള്ളവരുടെ പ്രവർത്തനത്തിൻ്റെ ഇപ്പോൾ സൗകര്യം അന്നുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ അവർക്കൊക്കെ പ്രവർത്തിക്കാൻ അവരൊന്നും സ്വപ്നം കണ്ടു കാണില്ല. ഇന്ന് ഈ വിധത്തിൽ നമ്മുടെ സംഘടന അല്ലാഹു എത്തിച്ചില്ലേ. ആ മുൻഗാമികൾക്ക് അല്ലാഹു ബർക്കത്ത്, മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ വളർത്തിയ ഉസ്താദാണ് AP ഉസ്താദ്. ഗൾഫ് നാടുകളിൽ 2000 ചില്ലാനും SYSകാരെ കണ്ടപ്പോൾ മുമ്പിലങ്ങ് എഴുന്നേറ്റിട്ട് ഉസ്താദ് അങ്ങ് കരയാ.
എന്താ അതൊരു അനുഭൂതിയാണ്. എന്നിട്ട് പറഞ്ഞു, താജുൽ ഉലമക്ക് ഉപ്പാപ്പുണ്ട്. താജുൽ ഉലമക്ക് ആ മദീനത്ത് പച്ചക്കുബ്ബന്റെ ഭാഗത്തേക്ക് ഇങ്ങ് ചൂണ്ടിയിട്ട് താജുൽ ഉലമക്ക് ഉപ്പാപ്പുണ്ട്. എനിക്ക് നിങ്ങളൊക്കെ ഒരു ദുആ ഒന്നുമില്ല. ഉസ്താദിന്റെ വാക്ക് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. ഉസ്താദ് അവിടുന്ന് ആ വാക്കങ്ങ് പറഞ്ഞ് കണ്ണിന്നിങ്ങനെ വെള്ളം ഒഴുകുക. ദർസാക്ഷികൾ ഈ മജ്ലിസിലുണ്ട്. കണ്ണിന്നങ്ങനെ വെള്ളം ഒഴുകുക. താജുൽ ഉലമക്ക് ഉപ്പാപ്പുണ്ട്. എനിക്ക് നിങ്ങളെപ്പോലെയുള്ളവരുടെ ദ്വാ, നിങ്ങളെനിക്ക് ദ്വാരക്കണം. ഉസ്താദ് ചെറിയ കുട്ടിയെ പോലെ അങ്ങ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഞാനുണ്ട്. താജുൽ ഉലമ എഴുന്നേറ്റിട്ട് ഉസ്താദിന്റെ കയ്യങ്ങ് പിടിച്ച്, ആ പ്രായം ചെന്ന് 86 വയസ്സുള്ള താജുൽ ഉലമ കയ്യങ്ങ് പിടിച്ച് കുലുക്കിയിട്ട് നിങ്ങൾക്ക് ഞാനുണ്ട്. നിങ്ങളെ മകളെ, നിങ്ങളെ മൂത്ത മകൾ എത്ര വട്ടം എൻ്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ടറിയോ? പാന കണ്ടിട്ട് കാലം കുറയായി, പാന കണ്ടിട്ട് കാലം കുറയായി, നിങ്ങൾക്ക് ഞാനുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ, ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇന്ന് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അൽ ഹജ്ജാർ തങ്ങൾ വഫാത്തായി. മുഹമ്മദ് അൽ ഹജ്ജാർ 20 ചില്ലാനം കൊല്ലം പച്ചക്കുബ്ബയിലേക്ക് നോക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലി കിതാബുകൾ രചിച്ചൊരു മഹാൻ. കഴിഞ്ഞ ഹജ്ജ് വേളയിൽ ഞങ്ങൾ കുറേ ആൾ സിദ്ദീഖ് സഖാഫി ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ധാരാളം ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാൻ പോകും. നിങ്ങൾക്കറിയോ SYSകാരെ, താജുൽ ഉലമ മദീനയിൽ വന്നെന്നറിഞ്ഞാൽ താജുൽ ഉലമയുടെ കാലല്ല പിടിക്കുന്നത്, അവിടുന്ന് ധരിച്ച ചെരുപ്പ് ഇങ്ങനെ തൊട്ടുമുത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ച മുഹമ്മദുൽ ഹജ്ജാർ താജുൽ ഉലമ ധരിച്ച ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് ആ ചെരുപ്പ് അവിടുന്ന് തൊട്ടുമുത്തുകയാ. താജുൽ ഉലമയുടെ ചെരുപ്പ് തൊട്ടുമുത്തുന്നു. ആ നേതൃത്വം അവിടുത്തെ അനുയായികളാകാൻ കഴിഞ്ഞതിൽ പാലക്കാട് ജില്ലയിൽ ഏതെല്ലാം തരക്കാരുണ്ട്. അള്ളാഹു താജുൽ ഉലമയുടെ കുട്ടികളാക്കിയില്ലേ? ഖബറുൽ ഉലമയുടെ മക്കളാക്കി തന്നില്ലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എത്ര ആളുകൾ കാല് പിടിച്ച് ചുംബിക്കുന്നു. നേരെ ഞങ്ങൾ കാണുന്ന രംഗമാണ്. അവിടുന്ന് ഇന്ന് കാണാതെ തുഹഫ എന്നൊരു ഗ്രന്ഥം, മോനെ അങ്ങനെയല്ല, ശിഷ്യഗണങ്ങൾ ഇവിടെയുണ്ട്, മക്കളെ അങ്ങനെയല്ലടോ, ഇങ്ങനെ വായിക്ക് എന്ന് പറഞ്ഞിട്ട് തുഹഫ എന്ന ഗ്രന്ഥം മറിച്ചു നോക്കാതെ അങ്ങ് വായിക്കുന്ന ഒരു തങ്ങളായ പണ്ഡിതൻ ഇന്നുണ്ടോ? അത് താജുൽ ഉലമയാ. അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആ താജുൽ ഉലമയും ഖമറുൽ ഉലമയും അങ്ങ് പ്രഖ്യാപിച്ചപ്പോ ആ പ്രഖ്യാപനം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും നീലഗിരി ജില്ലയിലുമായി ഓരോ ഗ്രാമത്തിലെയും മക്കൾ ഞങ്ങൾ അവിടുത്തെ ആ നേതൃത്വത്തോട് ഞങ്ങൾ ഏറ്റെടുത്തു, അങ്ങ് ഇറങ്ങിത്തിരിച്ചു. ഇതാ പാലക്കാട് ജില്ലയിൽ മാസങ്ങളോളം അധ്വാനിച്ചിട്ട് അവിടെ സമാപിക്കാൻ പോവുകയാണ്. നിർത്തരുത് കേട്ടോ, നാടത്തോടുകൂടെ നിർത്തിപ്പോകരുത്. ഇതൊരു തുടക്കമാക്കുക, പ്രവർത്തകരെ തുടക്കമാക്കിക്കൊണ്ട് ഇറങ്ങുക, അങ്ങ് ഇറങ്ങിത്തിരിക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഹസൻ ഉസ്താദിന്റെ കാൽപാദം തട്ടിയ മണ്ണിൽ വിശ്രമിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.